അപ്പൊ തുടങ്ങാല്ലേ? 2.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന PSC അംഗങ്ങളുടെ കൊടും ദാരിദ്ര്യം കണ്ട് ശമ്പളം 3.25 ലക്ഷമാക്കാൻ തീരുമാനിച്ച കാരുണ്യവാന് ഒരു നാമമേ ഉള്ളൂ: പിണറായി വിജയൻ. ഈ സർക്കാരിന് സാന്ത്വനം അറിയില്ലെന്ന് ആരാണ് പറഞ്ഞത്? പെൻഷനാകുന്ന IAS IPS ഉദ്യോഗസ്ഥർ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന അവസ്ഥ മുൻകൂട്ടി കണ്ട് മാസം ലക്ഷങ്ങൾ വീണ്ടും നൽകി നിയമനം കൊടുക്കുന്ന സാന്ത്വന പരിപാലകന് ഒരു നാമമേ ഉള്ളൂ: പിണറായി വിജയൻ. ഈ സർക്കാരിന് ബുദ്ധിയില്ലെന്ന് ആരാണ് പറഞ്ഞത്? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിന്റെ അധിക ചെലവ് ഒഴിവാക്കാൻ ജീവിക്കാൻ ഗതിയില്ലാത്ത അങ്കണവാടി ജീവനക്കാർക്കും ആശാപ്രവർത്തകർക്കും വേതനം കൂട്ടേണ്ട ഒരാവശ്യവുമില്ല എന്ന് തീരുമാനിച്ച ബുദ്ധിശാലിക്ക് ഒരു പേരേ ഉള്ളൂ: പിണറായി വിജയൻ. ഈ സർക്കാരിന് വിവേകമില്ലെന്ന് ആരാണ് പറഞ്ഞത്? പാവങ്ങളിൽ പാവങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നയാ പൈസ പോലും ഇപ്പോൾ കൂട്ടേണ്ട ആവശ്യമില്ലെന്നും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള പ്രഖ്യാപനം കൊണ്ടേ കാര്യമുള്ളൂവെന്ന പിപ്പിടി വിവേകത്തിന് ഒരു പേരേ ഉള്ളൂ: പിണറായി വിജയൻ. വരുമാനമിടിഞ്ഞ് ഖജനാവൊഴിഞ്ഞ് അടിസ്ഥാന വർഗം ജീവിക്കാനായി നെട്ടോട്ടമോടിയാലും ഈ മലയാള നാട്ടിൽ ഒരു ഭരണവിലാസം പ്രമാണിയും പട്ടിണി കിടക്കില്ല സാർ. ഈ കപ്പൽ മുങ്ങില്ല സാർ. കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്, ക്യാപ്റ്റൻ ഉണ്ട് സാർ. എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. PSC ചെയർമാനും അംഗങ്ങൾക്കും സർക്കാർ വലിയ ശമ്പള വർധനവ് നടത്തിയിരിക്കുകയാണ്. നേരത്തെയൊക്കെ ഇവർക്കുള്ള ശമ്പളം PSC ചെയർമാൻ ആണെങ്കിൽ 2,26,000 രൂപയായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ കിലോമീറ്ററിന് 15 രൂപ അനുവദിക്കും. വീടിൻ്റെ വാടക, ഒപ്പം തന്നെ വീടിൻ്റെ ഫുൾ ഫർണിഷിംഗ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ഒരു മൊട്ടുസൂചി വരെ PSC ചെലവിലാണ് ചെയർമാൻ്റെ ജീവിതം. ഒപ്പം ചികിത്സ, പരിധിയില്ലാത്ത ചികിത്സയാണ്. അവർ മരണം വരെയും അവർക്ക് പരിധിയില്ലാത്ത ചികിത്സയാണ്. സാമ്പത്തിക പരിമിതികൾ അക്കാര്യത്തിലില്ല. അതൊക്കെ ശരിയാ, പക്ഷേ വേറൊരു കാര്യമുണ്ട്. PSC അംഗത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ PSC അംഗത്തിനും ഏകദേശം 2.25 ലക്ഷം രൂപയാണ് മാസം ശമ്പളം കിട്ടിയിരുന്നത്. 10,000 രൂപ അവർക്ക് HRA ഉണ്ട്, ഈ യാത്രയ്ക്ക് പണമുണ്ട്, വീട് വാടകയ്ക്കുള്ള പണം പറഞ്ഞു. അതേപോലെ തന്നെ അവർക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ അനവധിയാണ്. പരിധിയില്ലാത്ത ഇൻഷുറൻസ് ആണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ കഷ്ടിച്ച് ജീവിക്കാൻ ഗതിയില്ലാതെ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന PSC അംഗങ്ങളും ചെയർമാനും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാരിൻ്റെ മുന്നിൽ കയറി ഇറങ്ങുകയായിരുന്നു. തങ്ങളുടെ വേതനം കൂട്ടിത്തരണം, തങ്ങൾക്ക് ഈ പണം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഈ ജില്ലാ ജഡ്ജിമാരുടെയൊക്കെ സ്കെയിലാണ് തങ്ങളുടെ സ്കെയില്, അതുകൊണ്ട് തങ്ങൾക്കും ആ സ്കെയില് വേണമെന്ന് ആവശ്യപ്പെട്ടു. 2 തവണ സർക്കാർ അത് പരിശോധിക്കാനായി മാറ്റി. ഏറ്റവും ഒടുവിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്. കടുത്ത ദാരിദ്ര്യം കണക്കിലെടുത്തുകൊണ്ട് 2.25 ലക്ഷം എന്ന PSC ചെയർമാൻ്റെ ശമ്പളം ഇപ്പോൾ 3.5 ലക്ഷത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. കഷ്ടിച്ച് ജീവിച്ചു പോകാൻ ഈ 3.5 ലക്ഷം അവർക്ക് മതിയാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. PSC അംഗങ്ങളുടെ ശമ്പളവും ഏകദേശം 2,20,000 ആയിരുന്നു. അവർക്കും ഇനി 3,35,000 രൂപ ശമ്പളം കിട്ടും. അപ്പോൾ അവരുടെ പ്രതിസന്ധിക്ക്, ഈ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും ഈ സർക്കാർ വലിയ റിസ്ക് എടുത്ത് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ ചർച്ച ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് അവർ.